ഇന്നലത്തെ സ്റ്റോറിയുടെ ബാക്കിയാലോ. അപ്പോൾ പാർട്ട് 2 ഓഫ് ഞാനിങ്ങനെ മെൽബണിൽ വന്നു. ഒപ്പം ഹൗ ഡിഡ് ഐ ചൂസ് ഏർലി ചൈൽഡ്ഹുഡ് കോഴ്സ്. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നായിരുന്നു PT ഒക്കെ പ്രിപ്പയർ ചെയ്തത്. ഓഗസ്റ്റിലെ ബാച്ചിലേഴ്സ് ഓഫ് സോഷ്യൽ വർക്കിൻ്റെ ഇൻടേക്കിൽ വിസ കിട്ടാതായപ്പം എനിക്ക് വേറൊരു ഓപ്ഷനേ ഉള്ളായിരുന്നു. ഒക്ടോബറിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ്റെ ബാച്ചിലേഴ്സിന് ഇൻടേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വരെ അങ്ങനെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യം സഹിക്കുക വയ്യാതെയും എനിക്കൊരു വർഷം കൂടെ കളയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും ഞാൻ ഏർലി ചൈൽഡ്ഹുഡ് കോഴ്സ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പം എന്നോട് ഏജൻസി പറഞ്ഞു ഇവിടെ വന്ന ഒരു സെമിസ്റ്റർ കഴിയുമ്പോഴത്തേനും സോഷ്യൽ വർക്കിലോട്ട് മാറിയാൽ മതിയെന്ന്. അങ്ങനെ സെപ്റ്റംബർ 10 ഞാൻ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നേരെ മെൽബണിൽ വന്നു. അങ്ങനെ ഇവിടെ വന്ന് പഠിച്ചു തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത തോന്നി. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഈ കോഴ്സിന് എക്സാംസ് ഒന്നും ഇല്ലായിരുന്നു, അസൈൻമെന്റ്സ് മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ ഓരോ അസൈൻമെന്റും പാസ്സായി. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. ഞാൻ നോക്കിയിട്ട് ഇതിപ്പോൾ മാറിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഏർലി ചൈൽഡ്ഹുഡിനും നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. കാരണം ഇവിടെ ടീച്ചിങ് ഫീൽഡിൽ കുറച്ചുകൂടെ ആൾക്കാരെ വേണ്ടതുണ്ട്. ഞാൻ നോക്കിയിട്ട് സോഷ്യൽ വർക്കിനാണേലും പഠിക്കുമ്പം ജോലി ചെയ്യാം, ഇതിനാണേലും പഠിക്കുമ്പോൾ ജോലി ചെയ്യാം. അപ്പം ഞാനൊരു 1.5 സെമസ്റ്ററൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചൈൽഡ് കെയർ സെൻ്ററിൽ ജോലിക്ക് കയറി. ആ ചൈൽഡ് കെയർ സെൻ്ററിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നത്. അങ്ങനെ അത്രയുള്ള എൻ്റെ മെൽബണിൽ വന്ന സ്റ്റോറി. അപ്പോൾ ഓക്കെ, ബൈ.